വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുത് എന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും യേശുവിനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരേക്കാൾ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. യേശു ഒരു ശിശുവിനെ എടുത്ത് അവിടെ മധ്യ നിർത്തി അവനെ കൈകളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ ആത്മീയത ധ്യാനിക്കാം. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും ജീവിതം അപരൻ്റെ നന്മയ്ക്കായി പകർന്നു നൽകുവാനുമാണ്. യഥാർത്ഥത്തിൽ ഓരോ ശിഷ്യത്വവും ത്യാഗോജ്ജലമായ ആത്മീയ അനുഭവമാണ്. ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നു. എന്നാൽ സഹനത്തെക്കുറിച്ച്, പീഡാനുഭവത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അതവർ ഗ്രഹിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ജീവിതത്തിൻ്റെ സങ്കടക്കടലുകൾ മാത്രമാണ്. മറ്റെല്ലാം മനസ്സിലാകുന്ന നമുക്ക് ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ വിലയും അർത്ഥവും മനസ്സിലാകുന്നില്ല. ക്രിസ്തു ശിഷ്യന്മാർക്കും അതേ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ മരണത്തിന് ശേഷം, പീഡാനുഭവത്തിന് ശേഷം ഒരു ഉത്ഥാനത്തിൻ്റെ ബലമുണ്ട് എന്ന്. യേശുവിൻ്റെ മുമ്പിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. ശിഷ്യ സമൂഹമായ നമ്മൾ യഥാർത്ഥത്തിൽ എളിയ മനസ്സോടുകൂടി, വിനീത മനസ്സോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു ദൈവമായിരിക്കുന്ന സമാനത മുറുകെ പിടിക്കേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തു പിതാവിൻ്റെ തിരുമുമ്പിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി, എളിമയോടുകൂടി, ലാളിത്യത്തോടുകൂടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന നമ്മൾ എളിമയോടും ലാളിത്യത്തോടും കൂടി ക്രിസ്തു ദൗത്യം നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരു ശിശു സഹജമായ ആത്മീയതയാണ് ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം പിൻചൊല്ലുവാൻ നമുക്ക് സഹായകമാകുക. യേശു ഒരു കുഞ്ഞിനെ അവിടെ മധ്യ നിർത്തി കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അവരോട് പറയുന്നു, ഇതുപോലെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുക, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ശിശുക്കളുടെ മനസ്സെന്താണ്? അത് ദൈവികമാണ്, പരിശുദ്ധവും നിർമ്മലവുമാണ്. അപ്രകാരമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം. നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഭൂമിയെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നവരാണ് കുഞ്ഞുങ്ങൾ. നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ, ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ, നാം അതോടൊപ്പം സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തായ കൃപയും അതുതന്നെയാണ്. ശിഷ്യത്വം എപ്പോഴും ആവശ്യപ്പെടുന്നത് നിഷ്കളങ്കതയാണ്. അത് ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. അത് ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും ഒരുപോലെ നിർമ്മലമായിക്കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹപൂർവ്വം അനുഗമിക്കലാണ്. ഒരു ശിശു സഹജമായ ദൈവാശ്രയ ബോധത്തിൽ നിന്നുകൊണ്ട് ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ക്രിസ്തു ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. നാം അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ മനസ്സാകുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയവും കുറച്ചുകൂടി ആർദ്രമാകട്ടെ, സ്നേഹപൂരിതമാകട്ടെ. ഈ ലോകത്തിൻ്റെ ബലങ്ങളിൽ, സൗഭാഗ്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ അധികാരങ്ങളിൽ നമ്മൾ ഒരിക്കലും മതിമറന്നു പോകാതിരിക്കട്ടെ. നമുക്ക് അവയേക്കാൾ ഉപരി സ്വർഗം നൽകുന്ന കൃപാവരങ്ങൾക്ക് അർഹരാകത്തക്ക വിധം നിർമ്മല മാനസരായി ജീവിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.